ഹായ് ഹലോ വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. മക്കളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് വാർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു സമഴിയാണ് കേട്ടോ. വാർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാവുന്നതാണ്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം നല്ലൊരു മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഏകദേശം ഒരു 15 മുതൽ 20 മാർക്കിന് വരെ ചോദ്യങ്ങൾ വരുന്നൊരു പാഠം കൂടിയാണ് വാർ എന്ന് പറയുന്നത്. സോ ഡീറ്റെയിൽ സ്റ്റഡി ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കും. ഓക്കെ, സോ നമ്മൾ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 ക്യാരക്ടേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു സ്റ്റൗട്ട് വുമൻ, അവരുടെ ഹസ്ബൻഡ് ആൻഡ് എ സ്റ്റൗട്ട് മാൻ. സ്റ്റൗട്ട് മീൻസ് തടിച്ച, ആരോഗ്യമുള്ള എന്നുള്ള മീനിങ് ആണ്. തടിച്ചു കൊഴുത്ത എന്നുള്ള കൊടുക്കുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ. സോ കഥ നടക്കുന്ന ഒരു ട്രെയിനിലാണ്. റോമിൽ നിന്നും നാട്ടിലേക്ക് സെൽമോനയിലേക്ക് വരുന്ന ട്രെയിനിലാണ് കഥ നടക്കുന്നത്. റോമിൽ നിന്നും രാത്രി വരുന്ന ട്രെയിൻ ഫാബ്രിയാനോ എന്ന് പറയുന്ന സ്റ്റേഷനിൽ രാവിലെ വരെ നിൽക്കും. അവിടെ നിന്ന് സെൽമോനയിലേക്ക് ഒരു ഓൾഡ് ഫാഷൻ, ഒരു പഴയ ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഹസ്ബൻഡും വൈഫും, ആ സ്റ്റൗട്ട് വുമനും അവരുടെ ഹസ്ബൻഡും ആ നല്ല തിരക്കുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്നു. അവർ ബ്ലാക്ക് ഡ്രസ്സൊക്കെയാണ് ആ ലേഡി ധരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കയറിയ ഉടനെ തന്നെ നല്ല തിരക്കാണ്, സീറ്റൊന്നുമില്ല. പക്ഷേ പാസഞ്ചേഴ്സ് അവർക്ക് സീറ്റ് കൊടുക്കുന്നു. ഹസ്ബൻഡ് അവരോടൊക്കെ നന്ദിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഹസ്ബൻഡ് ആ ലേഡിയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരുടെ സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോണ്ടന്റ് എന്ന് പറയുന്നത്. ഹസ്ബൻഡ് പറയുകയാണ്, ഞങ്ങൾക്ക് ആകെയുള്ളത് 20 വയസ്സുള്ളൊരു മകനായിരുന്നു. അവന് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ റോമിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ റോമിലെത്തിയപ്പോൾ അവന് യുദ്ധത്തിലേക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ വോളണ്ടിയറായി പറഞ്ഞേക്കാൻ ഞങ്ങൾ അനുവദിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്താണ് കണ്ടീഷൻ? 6 മാസം വരെ യുദ്ധത്തിൻ്റെ ഫ്രണ്ടിലേക്ക്, യുദ്ധത്തിന് മുൻനിരയിലേക്ക് പോവരുത് എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ പാരൻസ് മകന് സമ്മതം നൽകിയിരുന്നത്. അങ്ങനെ അവൻ യുദ്ധത്തിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവർക്കൊരു മെസ്സേജ് ലഭിക്കുന്നു. ഇവരുടെ മകന് 3 ദിവസത്തിനുള്ളിൽ ഫ്രണ്ടിലേക്ക് പോകും, യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ഈ പാരൻസിന് മെസ്സേജ് കിട്ടുന്നു. അങ്ങനെ അവനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പാരൻസ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരുടെ കഥയൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടും ആ വണ്ടിയിലുണ്ടായിരുന്ന, ആ ട്രെയിനിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും ഇവരോടൊരു സിമ്പതിയും തോന്നുന്നില്ല. നമ്മുടെ ലേഡിയാണ് വളരെ സങ്കടത്തോടെ അവിടെ കിടന്ന് അസ്വസ്ഥമായിട്ട് സൗണ്ട്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പറയാണ്, ശരിക്കും നിങ്ങൾ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത്. നിങ്ങളുടെ മകൻ ഇപ്പോഴല്ലേ പോയിട്ടുള്ളൂ. എൻ്റെ മകനൊക്കെ യുദ്ധത്തിന് ആദ്യ ദിവസം മുതൽ തന്നെ പോയിട്ടുണ്ട്. 2 പ്രാവശ്യം അവൻ പരിക്ക് പറ്റി തിരിച്ചു വന്നിട്ടുണ്ട്. 3ാമത് അവൻ വീണ്ടും പോയിട്ടുണ്ട് എന്ന് ഒരു യാത്രക്കാരൻ ഇവരോട് പറയുന്നു. ഇത് കേട്ട മറ്റൊരു യാത്രക്കാരൻ പറയുകയാണ്, എൻ്റെ 2 മക്കളും 3 നെഫ്യൂസ്, സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരൻ മക്കൾ യുദ്ധത്തിന് ഫ്രണ്ടിലുണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഹസ്ബൻഡ് പറയാണ്, നിങ്ങൾക്ക് 2-3 മക്കളില്ലേ, ഒരാൾ നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് മക്കൾ ബാക്കി ഉണ്ടാവില്ലേ എന്ന് പറയുന്ന സമയത്ത് ഈ പാസഞ്ചർ പറയാണ്, ശരിക്കും ബാക്കി ഉണ്ടാകും, പക്ഷെ ബാക്കിയാവുന്ന മകനും വളരെ ദുഃഖിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. പാരൻസിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഈക്വലായിട്ട് ബ്രെഡൊക്കെ വീതം വെക്കുന്ന പോലെ മുറിച്ച് ഓരി വെക്കാൻ പറ്റുന്ന സാധനമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരൻസിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ ആ ഹസ്ബൻഡിന് ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗട്ട്മാൻ, ആ തടിച്ച ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ, ദേഷ്യത്തോടെ നോൺസെൻസ് എന്ന് പറയുന്നു. അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അയാളുടെ മുഖം, ഫേസൊക്കെ റെഡായിരുന്നു. അയാളുടെ കണ്ണുകളൊക്കെ ബൾജ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളായിരുന്നു. ബ്ലഡ് ഷോട്ട് ഐസ്, കണ്ണൊക്കെ ചുവന്ന് കലങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അയാളുടെ ഉള്ളിലുള്ള ദേഷ്യവും സങ്കടവും എല്ലാം ആ കണ്ണിലൂടെ പ്രകടമായിരുന്നു. അങ്ങനെ അയാൾ ദേഷ്യത്തോടു കൂടി പറയാണ്, നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ മക്കളുള്ളത്. നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് 20 വയസ്സാവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ 20ാമത്തെ വയസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെയാണ് നമ്മുടെ മക്കളും ചിന്തിക്കുന്നത്. നമ്മൾ 20ാമത്തെ വയസ്സിൽ എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത്, അതുപോലെയാണ് നമ്മുടെ മക്കൾ ഇപ്പോൾ 20 വയസ്സിൽ ചിന്തിക്കുന്നത്. ആ പ്രായത്തിൽ നമ്മോടുള്ള സ്നേഹത്തെക്കാളും അവർക്ക് രാജ്യത്തോടാണ് സ്നേഹം കൂടുതൽ. നമ്മൾ രാജ്യത്തോട് സ്നേഹമുണ്ട്, പക്ഷെ നമ്മൾ മക്കളെ കൂടുതൽ സ്നേഹിക്കുന്നു. പക്ഷെ നമ്മുടെ മക്കളുടെ അവസ്ഥ അങ്ങനെയല്ല. അവരിപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് രാജ്യത്തെയാണ്.
സോ രാജ്യം ഒരു അത്യാവശ്യ ഘടകമാണ്. സോ അതുകൊണ്ട് നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോവും വേണം. നമ്മുടെ മക്കൾ അതിന് പോകുന്നു, അതുകൊണ്ട് ആരും കരയാൻ പാടില്ല. നമ്മുടെ മക്കൾ അവരുടെ ഇഷ്ടത്തിനാണ് പോകുന്നത്. സോ നമ്മൾ ആരും സങ്കടപ്പെടാൻ പാടില്ല എന്ന് ആളുകളോട് പറയുകയാണ്. പിന്നെ അദ്ദേഹം തൻ്റെ അനുഭവം കൂടെ പറയുന്നുണ്ട്. മുപ്പരുടെ മകന് മരിക്കുന്നതിന് മുമ്പ് ഇയാൾക്കൊരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കത്തിൽ മകൻ പറയുകയാണ്, അച്ഛാ, ഞാൻ വളരെ സന്തോഷത്തോടെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മരിക്കുന്നത്, ഞാൻ വിഷ് ചെയ്തതുപോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെയാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ സ്റ്റൗട്ട് മാന് മകന് കത്തയച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൗട്ട് മാൻ പറയാം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് പോലും ധരിക്കാത്തത്. മകൻ മരിച്ച സങ്കടത്തിൽ ഞാനും ധരിക്കുന്നില്ല, ആ ബ്ലാക്ക് ഡ്രസ്സ് പോലും മോർണിംഗ് പോലും ധരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കായിട്ട്, ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്നുള്ള രൂപത്തിൽ സമ്മതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇയാളുടെ കഥ കേട്ടപ്പോൾ നമ്മുടെ സ്റ്റൗട്ട് വുമൺ ആ മൂലയിൽ ഒന്നും കൂടെ വളരെ ശ്രദ്ധയോടെ ഇയാൾ വാക്കുകൾ ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇയാൾ പറയാം, തൻ്റെ മകന് രാജ്യത്തിന് വേണ്ടി ഒരു ഹീറോ ആയിട്ടാണ് മരിച്ചത് എന്നൊക്കെ അയാൾ വളരെ അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ, അയാളുടെ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി പറഞ്ഞപ്പോൾ എല്ലാവരും ഇയാളെ ആശ്വസിപ്പിച്ചു, കൺഗ്രാജുലേറ്റ് ചെയ്തു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ലേഡിക്കും സന്തോഷമായി. എന്നിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ശരിക്കും നിങ്ങളെ മകന് മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ. തൻ്റെ മകൻ്റെ മരണമൊക്കെ സങ്കടത്തോടെ പറഞ്ഞ ആ പാരൻറ്റിനോട് നേരിട്ട് പോയി ചോദിക്കുകയാണ്, ശരിക്കും നിങ്ങളെ മകൻ മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ അവിടെയുള്ള യാത്രക്കാർ എല്ലാവരും ഷോക്കാവുന്നുണ്ട്. ഇയാളും പെട്ടെന്ന് ഷോക്കായി പോയിട്ട് ഇയാൾക്ക് മറുപടി പറയാൻ കഴിയാതെ കുറേ സമയം വിങ്ങിപ്പൊട്ടി അയാൾ നിൽക്കുന്നുണ്ട്. അവസാനം അയാൾ കുറേ സമയത്തിന് ശേഷം സംസാരിക്കാൻ വേണ്ടിയിട്ട്, മറുപടി പറയാൻ വേണ്ടി ട്രൈ ചെയ്തു. സത്യം പറഞ്ഞാൽ ആ ഒരു ചോദ്യം കേട്ടപ്പോഴാണ് തൻ്റെ മകന് എന്നേക്കുമായി മരിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യം അയാൾ തിരിച്ചറിഞ്ഞത്. തൻ്റെ മകന് അപ്പോഴാണ് എന്നേക്കുമായി മരിച്ചു പോയിട്ടുണ്ടെന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നു. അങ്ങനെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കർച്ചീഫ് എടുത്തിട്ട് അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ പാസഞ്ചേഴ്സിന് മുമ്പിൽ വെച്ചിട്ട് അയാൾ എന്താവുന്നുണ്ട്, കരയുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഈ സ്റ്റൗട്ട് മാനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നോക്കണം. ക്യാരക്ടർ സ്കെച്ച്, അതേപോലെ തന്നെ ഡയറിയൊക്കെ ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ യു ഹാവ് ടു ലിസൺ ദ ഡീറ്റെയിൽ ക്ലാസ് ഫ്രം അവർ ചാനൽ. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് മാറുക. മാക്സിമം ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിക്കണം. നല്ല മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാഠം കൂടെയാണ് വാർ എന്ന് പറയുന്നത്. സോ നന്നായി പഠിക്കുക, നല്ല മാർക്സ് വാങ്ങുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. So see you in the next class with another chapter. Thank you all.